കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യാക്കോബ് ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ പോകുന്നതിന് മുൻപ് തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യ ദേവന്മാരെ ഉപേക്ഷിക്കുവിൻ, വിശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുവിൻ, നമുക്ക് ബലിയർപ്പിക്കുവാൻ പോകാം. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കുവാനും കടന്നു പോകുന്നതിന് മുൻപ് വിശുദ്ധി വരുത്തി ദൈവത്തിന് നിരക്കാത്തതായ അന്യ ദേവ ആരാധനകൾ ഉപേക്ഷിച്ച് നമ്മുടെ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ നാം കടന്നു പോകണം. യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യാക്കോബിന്റെ കഷ്ടപ്പാടിൽ കൂടെ നിന്നത് ഈ ദൈവമാണ്. യാക്കോബിന്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതും ഈ ദൈവമായ കർത്താവാണ്. അവന്റെ അസ്തമിച്ച സൂര്യനെ പെനുവേൽ കടന്നപ്പോൾ പ്രകാശിപ്പിച്ചതും അവന്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ച് ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി ഉയർത്തിയതും ഈ ദൈവമാണ്. സ്നേഹമുള്ളവരെ, നാം ആരാധിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധം ഉറപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവായ യേശുവിൻ്റെ തിരുസാന്നിധ്യത്തെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ യേശുവേ, നാഥ എന്നാഥ, നീയില്ലാതെ ഞാനെന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ. നിൻ തിരുസാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. യേശുവേ, നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. യേശുവേ, ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. എൻ്റെ സ്വർഗീയ അപ്പ, അങ്ങയുടെ സന്നിധിയിൽ ഞാനിതാ നോക്കുന്നു. എന്നെ അനുഗ്രഹിക്കാതെ അവിടുന്ന് പോകരുതേ. ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് കാണണമേ. അവിടുത്തെ വലതു കരം നീട്ടണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഓ എൻ്റെ യേശുവേ, തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. എൻ്റെ യേശുവേ, തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. എൻ്റെ തമ്പുരാനെ, ഉടയോനെ, എൻ പിതാവേ, യജമാനനേ, യേശുവേ സ്തോത്രം. തമ്പുരാനേ, ഉടയോനെ, എൻ പിതാവേ, യജമാനനേ, എൻ്റെ ഏകാശ്രയമേ, എൻ്റെ ഏക ആശ്രയം നീ, എൻ്റെ ശൈലം സങ്കേതം നീ, എൻ്റെ ഏക ആശ്രയം നീ, എൻ്റെ ശൈലം സങ്കേതം നീ. എൻ്റെ കർത്താവേ,
അങ്ങയുടെ ശക്തി അയക്കണമേ. ഞാൻ തളർന്നു പോകാതെ എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി അയച്ച് ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ, യേശുവേ, തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ, എൻ്റെ ഏകാശ്രയമേ, ആശ്രയം നീ, എൻ്റെ ശൈലവും സങ്കേതവും, എന്റെ ശൈലം സങ്കേതം നീ. ആമേൻ. എന്റെ ഏകാശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. നാഥ, എൻ നാഥ, നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ? നിൻ തിരുസാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു ഓ പോകും? എൻ്റെ ഈശോ, നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. എൻ്റെ യേശുവേ, തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ആമേൻ കർത്താവേ. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്ന മേഖലകളെ കർത്താവായ യേശു പടുത്തുയർത്തുകയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.